إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم رب هب لي من الصالحين فبشرناه بغلام حليم സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അർഹമുർ-റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷ്മതയോടെ കണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ റബ്ബ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഹജ്ജിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രബോധന ദൗത്യവും അദ്ദേഹത്തിൻ്റെ പിതാവിനോട് അദ്ദേഹം പ്രബോധനം നടത്തിയതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട പ്രബോധന ദൗത്യങ്ങളുടെ ഗൗരവവുമെല്ലാം നാം മനസ്സിലാക്കിയിട്ടുള്ളത്. വിശ്വാസിയുടെ മനസ്സിലെ ഏറ്റവും തണൽ നൽകുന്ന, നമുക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ് നാം റബ്ബുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൽ അവനുമായുള്ള
അടുപ്പം സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ പ്രാർത്ഥന എന്നത്, നമ്മൾ ചെയ്യുന്ന ദുആകൾ അത് അല്ലാഹുവുമായി എത്രത്തോളം അടുപ്പം ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ, നമ്മുടെ ഹൃദയങ്ങൾ എത്രത്തോളം റബ്ബുമായി അടുക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയൊക്കെ നിരന്തരമായി നടത്തേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഖുർആനും പ്രവാചക വചനങ്ങളുമെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഒട്ടനവധി പ്രാർത്ഥനകൾ അത് പഠിച്ച് ഹിഫ്ളാക്കി മനഃപ്പാഠമാക്കി നമ്മൾ ചൊല്ലുന്ന ആളുകളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ, നമ്മൾ പരിശോധിക്കുമ്പോൾ ആ പ്രവാചകൻ എത്രത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി അടുപ്പം സിദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടത്തോടുകൂടി തൻ്റെ പ്രിയതമകൾക്കൊപ്പം തൻ്റെ ജീവിതം പങ്കിട്ടിരുന്ന ആ പ്രവാചകൻ പ്രതീക്ഷകളുടെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിലെ ഒരു പ്രാർത്ഥനയായി സൂറത്തു സ്വാഫാത്തിലെ 100-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു നൽകുന്ന ഒരു പ്രാർത്ഥനയും, അതാണ് ആമുഖമായി ഞാൻ ഓതിവെച്ച വചനം. തൻ്റെ 80-ാമത്തെ വയസ്സിൽ, തൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ, ഒട്ടും പ്രതീക്ഷകൾക്ക് വകയില്ലാത്ത രൂപത്തിൽ പലപ്പോഴും മനുഷ്യർ കാണുന്നൊരു പ്രായമായി, തൻ്റെ പ്രായത്തിനെ കാണേണ്ട ഒരു പ്രായത്തിൽ ആ പ്രവാചകൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ നമ്മോട് പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, റബ്ബിനോട് ദുആ ഇരക്കുന്നത്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ എനിക്ക് സ്വാലിഹായ ഒരു കുഞ്ഞിനെ നൽകണമേ. എനിക്ക് മക്കളില്ല, എനിക്ക് അനന്തരാവകാശികളില്ല, എനിക്ക് വേണ്ടി മറ്റു കാര്യങ്ങളൊന്നും നിർവഹിക്കാനുള്ള സന്താനങ്ങളില്ല. ഏറെ പ്രതീക്ഷയോടുകൂടി ആ പ്രവാചകന്റെ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ എനിക്ക് സ്വാലിഹായ കുഞ്ഞുങ്ങളെ നൽകണമേ. പരിശുദ്ധ ഖുർആനിലൂടെ അതിന്റെ ഉത്തരമായി അല്ലാഹു പറഞ്ഞു, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, നാം ആ പ്രവാചകന് വിവേകശാലിയായ ഒരു സന്താനത്തിനെ നൽകി, സന്തോഷവാർത്തയായി ഒരു വിവേകമുള്ള മകനെ നൽകി എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. പ്രിയമുള്ളവരെ, പരീക്ഷണങ്ങളുടെ നെറുകയിൽ നിന്നുകൊണ്ട് മനുഷ്യർ ഒട്ടും പ്രതീക്ഷിക്കാതെ തനിക്ക് മക്കളില്ല എന്നുള്ള പല പ്രയാസങ്ങളും പറഞ്ഞ്, ദുരിതങ്ങളും പറഞ്ഞ്, പരസ്പരം ഇണകളായി ജീവിക്കുന്നവർ കുറ്റങ്ങൾ പറഞ്ഞ്, നീ കാരണമാണ് എനിക്ക് മക്കളില്ലാത്തത്, നിന്നിൽ നിന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല, അങ്ങനെ ഓരോ കുറ്റങ്ങളും പറഞ്ഞ് പ്രയാസങ്ങൾ പറയുന്ന മനുഷ്യരെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, തന്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ ഒരു പ്രവാചകന്റെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് ആ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞുങ്ങളെ നൽകിയതായി അടയാളപ്പെടുത്തി. എത്രയെത്ര മനുഷ്യരാണ് അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് തനിക്ക് മക്കളില്ലാത്തതിന്റെ പേരിൽ പല ദർഗകളിലേക്കും അതുപോലെ തന്നെ പല ആശ്വാസ കേന്ദ്രങ്ങളിലേക്കും ചെന്ന് തന്റെ വിശ്വാസങ്ങളെ പണയപ്പെടുത്തി അല്ലാത്തവരിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത്. ഇവിടെയാണ് ആ പ്രവാചകന്റെ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ എനിക്കൊരു കുഞ്ഞിനെ, സ്വാലിഹായ സന്താനത്തെ നൽകണമേ എന്നത്. ഇതൊരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു ദുആയാണ്. ഇത്തരം പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥനകൾ ആ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട പ്രാർത്ഥനകളാണ്.
സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാകണമെന്നത് ഒരു വിശ്വാസിയായ മുഅ്മിനായ മനുഷ്യന്റെ പ്രാർത്ഥനയിൽ ഇടം പിടിക്കേണ്ട ഒന്നായിട്ട് പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തി. പരസ്പരമുള്ള പഴിചാരലുകൾക്കപ്പുറത്ത് അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഇത്തരം പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയും ഉറച്ച വിശ്വാസവും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ ഒരു പ്രാർത്ഥന നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഖുർആനിൽ കാണാൻ കഴിയും. മകനെ നൽകിയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടെ നൽകിയ മകനെ ആ പ്രിയപ്പെട്ട വാപ്പയോട് വീണ്ടും അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? ആ മകനോട്, ആ പിതാവിനോട് ആവശ്യപ്പെടുന്നത്, ഹാജറിനെയും പ്രിയപ്പെട്ട മകനെയുമായി താങ്കൾ മക്കയിലേക്ക് ചെല്ലണം. മക്ക എന്ന പ്രദേശത്ത് ആ കുഞ്ഞിനെയും മകനെയും ഉപേക്ഷിച്ചു മടങ്ങണമെന്നതായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന. ആ കൽപ്പന ആ പ്രവാചകനെ ഏറ്റെടുക്കുകയാണ്. അള്ളാഹുവിന്റെ വലിയ വലിയ പരീക്ഷണങ്ങൾ ആ പ്രവാചകന് വന്നിട്ടും ഒട്ടും വടിച്ചു നിൽക്കാതെ ആ പ്രവാചകൻ ഓരോ കൽപ്പനകളെയും ശിരസാവഹിച്ചുകൊണ്ട് തനിക്ക് എത്ര വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും തന്റെ റബ്ബ് പറയുന്ന വാചകങ്ങൾക്കപ്പുറത്ത് ഒരു ചിന്ത ആ പ്രവാചകൻ ഇല്ലായിരുന്നു എന്നുള്ളത്. അങ്ങനെ മക്ക എന്ന ദേശത്ത് മനുഷ്യരാരുമില്ലാത്തൊരു നാട്ടിൽ ആ പ്രവാചകൻ തന്റെ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചു പോകുമ്പോ ആ ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹാജറ ബീവി ആ പ്രവാചകനോട് ചോദിക്കുകയാണ്, അയ്ന തദ്ഹബു യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, താങ്കൾ എവിടേക്കാണ് പോകുന്നത്? അല്ലാഹു അമറക ഹാദാ, താങ്കളോട് അല്ലാഹു ആണോ ഇങ്ങനെ കൽപ്പിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ഹാജറ ബീവി ചോദിക്കുകയാണ്, ഇത് അള്ളാന്റെ കൽപ്പനയുണ്ടോ താങ്കൾക്ക് ഇവിടെ എന്നെ ഉപേക്ഷിച്ചു പോകാൻ? ആ പ്രവാചകൻ പറഞ്ഞു, ഖാല നഅം, അതെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, ഇദല്ലാ യുളയ്യുനാ, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല ഇബ്രാഹിം എന്ന് ആ പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഇണ ആ പ്രവാചകനോട് പറയുമ്പോ, പ്രിയമുള്ളവരെ, വിശ്വാസിയായ ഭാര്യമാർ എല്ലാ നിലയ്ക്കും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറുള്ളവരാകുമ്പോഴാണ് ഒരു കുടുംബത്തിൽ ഏറ്റവും വലിയ ആശ്വാസങ്ങൾ ഉണ്ടാകുന്നത്, പ്രതീക്ഷകൾ പിറക്കുന്നത്. അത് ഒരു വിശ്വാസിയുടെ മനക്കെട്ടി അത് വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. കുടുംബത്തിലെ രണ്ടിണകളും ചേർന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അത് നിറവേറ്റുവാൻ തയ്യാറാവുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് കാണാം ഖുർആനിൽ പ്രവാചകന്റെ മറ്റൊരു പ്രാർത്ഥന. നിരവധി പ്രാർത്ഥനകൾ ഖുർആനിൽ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചിട്ടില്ല. എല്ലാ പ്രാർത്ഥനകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും. ഭാര്യയെയും മകനെയും ആ പ്രദേശത്ത്, ആ മരുഭൂമിയിലാക്കിയിട്ട്, ആരുമില്ലാത്ത സ്ഥലത്താക്കിയിട്ട് ആ പ്രവാചകൻ പറഞ്ഞൊരു പ്രാർത്ഥന, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വീ ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. റബ്ബേ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ, കൃഷിയോഗ്യമല്ലാത്തൊരു പ്രദേശത്ത് എന്റെ മകനെയും ഞാൻ ഏൽപ്പിച്ചിട്ട് ദാ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പരിശുദ്ധമായ ഗേഹത്തിന്റെ അടുക്കൽ. അതുകൊണ്ട് തന്നെ റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ, റബ്ബേ അത് നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടിയാണ്. ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വീ ഇലൈഹിം, മനുഷ്യരിൽ ചില സൃഷ്ടികൾ നീയും നിന്റെ കഅബയുമായി അല്ലെങ്കിൽ ഈ പ്രദേശവുമായി ചായുവാനും വേണ്ടിയാണത്. വർസുഖുഹും മിനസ് സമറാത്ത്, ഫലങ്ങളിൽ നിന്ന് നീ അവർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി നൽകണമേ. ലഅല്ലഹും യശ്കുറൂൻ, അവർ നന്ദിയുള്ളവരായേക്കാം. ഇന്ന് നമ്മൾ ആലോചിച്ചു നോക്ക്, ആ കഅബയും അതിന്റെ പരിസരവും ആ നാടും എത്രത്തോളം ജനനിബിഡമാണ്.
മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ അനന്തരഫലമാണ്. കായ്കനികളില്ലാത്തൊരു നാട്ടിൽ ഫലഭൂയിഷ്ടമായി കായ്ച്ചു നിൽക്കുന്ന നിരവധി ഈന്തപ്പനകളെ നമുക്കവിടെ കാണാൻ കഴിയും. എല്ലാ രാജ്യങ്ങളിൽ നിന്നും വിവിധങ്ങളായ ഫലങ്ങൾ ആ നാട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. അവിടെയുള്ള മനുഷ്യർക്ക് ഒരു നിലയ്ക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ നിർഭയത്വമായ ഒരു രാജ്യമായി ആ കഅബാലയവും അതിന്റെ പരിസരവും നമ്മൾ കാണുകയാണ്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയായിട്ടാണ് അതിനെ പരിചയപ്പെടുന്നത്. ഫലങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ അവർക്ക് നൽകണമേ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചതിന്റെ അനന്തരഫലങ്ങൾ ഇന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്. പ്രിയമുള്ളവരെ, അതായിരുന്നു പ്രാർത്ഥനകൾ. അത്തരം പ്രാർത്ഥനകളാണ് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾ എത്ര കണ്ട് ഉത്തരം നൽകുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് റബ്ബുമായി പങ്കുവെക്കാൻ. നമ്മുടെ ആവശ്യങ്ങൾ റബ്ബുമായി നമ്മൾ എത്രത്തോളം പങ്കുവെക്കുന്നുണ്ട്. എത്ര പ്രതിസന്ധികളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ നിരാശകളാണ്. അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ നമുക്ക് സമയമില്ല. നമ്മൾ സമയം കണ്ടെത്താറില്ല. ഒഴിഞ്ഞിരുന്ന പ്രത്യേക സന്ദർഭങ്ങളിലെ പ്രാർത്ഥനകൾ അത് കണ്ടറിഞ്ഞ് ആ പ്രാർത്ഥന എനിക്ക് കിട്ടണം, ആ ദുആ അതെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്, ആ ഇജാബത്ത് കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ എത്ര കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു പ്രവാചകന്റെ പ്രാർത്ഥന പരിചയപ്പെടുത്തുമ്പോൾ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളും പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകണം. നമ്മൾ ദുആ ചെയ്യുന്ന ആളുകളാകണം. അള്ളാഹുമായി എത്രത്തോളം അടുക്കാൻ പറ്റുമോ അത്രത്തോളം ഒരു വിശ്വാസിക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗമാണ് പ്രാർത്ഥനകൾ എന്നത്. വീണ്ടും ഖുർആനിലെ പ്രവാചകന്റെ മറ്റൊരു ദുആ നമുക്ക് കാണാൻ കഴിയും. റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന. റബ്ബേ, ഈ നാടിനെ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണമേ. ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാകാത്ത രൂപത്തിൽ. അന്ന് ആ പ്രവാചകൻ പ്രാർത്ഥിച്ച ഏതൊരു പ്രാർത്ഥനയാണോ അത് അപ്പടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുകയാണ്. അവിടെ ഇറങ്ങിയാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ആശ്വാസം എത്രയാണ്. എത്രത്തോളം നിർഭയത്വത്തോടു കൂടിയാണ് മനുഷ്യന്മാര് നടന്നു പോകുന്നത്. ആ കഅബാലയത്തെ ലക്ഷ്യമാക്കി പോകുന്ന ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളെ അവിടെ ചെന്നിറങ്ങുന്ന മനുഷ്യന്മാർക്ക് മാത്രമേ അത് ഫീൽ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്, അത് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. അതിന്റെ ഓരത്തുകൂടെ നടക്കുമ്പോൾ, അതിന്റെ ചാരത്തുനിന്നിരിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന നമുക്കൊരു ആനന്ദവും ആശ്വാസവും എത്രയാണ്. മറ്റു പള്ളികളിൽ ഇരിക്കുന്നതിനേക്കാളും 1,00,000 പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പഠിപ്പിച്ച ആ ഒരു ഗേഹത്തിന്റെ അരികിൽ, അതിന്റെ ആ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ അണയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശ്വാസം എത്രയാണ്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ നമുക്കായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അനന്തരഫലമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന. റബ്ബേ, ഈ നാടിനെ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണമേ എന്ന് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ എത്ര പ്രാർത്ഥനകളാണ്, നമ്മൾ എത്ര പ്രാർത്ഥനകളാണ് അള്ളാഹുമായി പങ്കുവെക്കുന്നത്. നമ്മൾ ഒഴിഞ്ഞിരുന്ന് നമ്മുടെ രാത്രി കാലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പോലെ ഒഴിഞ്ഞിരുന്ന് ഒരു ഹലാവത്ത് കിട്ടുന്ന രൂപത്തിൽ, ഒരു ആശ്വാസം, നമുക്കൊരു മാധുര്യം കിട്ടുന്ന രൂപത്തിൽ നമ്മൾ എത്ര കണ്ട് റബ്ബുമായി അടുക്കാറുണ്ട് നമ്മുടെ പ്രാർത്ഥനകളുമായി. ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചതിന്റെ അനന്തരഫലമായിട്ട് മക്കയും അതിന്റെ പരിസരവും ഒക്കെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്ക്. ആ പ്രവാചകൻ എത്ര കണ്ട് റബ്ബുമായി ഇഷ്ടം സ്ഥാപിച്ചിരിക്കണം. കടലും കടന്ന് എത്ര മനുഷ്യരാണ് ആ കഅബാലയത്തിലേക്ക് എത്തുന്നത്. തൂവെള്ള വസ്ത്രധാരികളായി വളരെ മനോഹരമായ നിമിഷങ്ങൾ പങ്കുവച്ച് കഅബാലയത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ കണ്ടിങ്ങനെ ആസ്വദിക്കാറുണ്ട്. ഒരു ജനസാഗരത്തെ സാക്ഷി നിർത്തി ആ കഅബയിൽ ഇബാദത്തുകൾ നിർവഹിക്കപ്പെടുമ്പോൾ എത്രത്തോളം മനുഷ്യന്മാര് അതിൽ ആശ്വാസം കണ്ടെത്തുന്നുണ്ടാകും, അല്ലേ? അതൊരു പ്രവാചകന്റെ പ്രാർത്ഥനയുടെ അനന്തരഫലമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പ്രാർത്ഥനകൾ എന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് നിർഭയത്വം ഉള്ള പ്രാർത്ഥനകൾ റബ്ബിലേക്ക് ഉയരണം. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്നത് പ്രതീക്ഷയുടെ കവാടങ്ങളാണ്. ഒരു മുഅ്മിനിന്റെ മനസ്സിലെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നത് ദുആകളാണ്.
നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം, നമുക്ക് ഖുർബത്ത് കിട്ടണം, റബ്ബുമായി അടുപ്പം ശ്രദ്ധിക്കാൻ സാധിക്കണം. ഖുർആനും പ്രവാചകനും പഠിപ്പിച്ച പ്രാർത്ഥനകൾ അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അത് ഹിഫ്ളാക്കി അതിന്റെ ആശയതലങ്ങൾ ഉൾക്കൊണ്ട് എനിക്ക് നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ കഴിയണം, എനിക്ക് നിങ്ങൾക്കും ദുആ ചെയ്യാൻ കഴിയണം. നമ്മൾ കുറെ നാളായിട്ട് നമ്മൾ പറയാറുണ്ട്, ഒരുപാടായി ഞാൻ ദുആ ചെയ്യും, എനിക്ക് കിട്ടലില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട്, രോഗത്തിലാണ്, എൻ്റെ ഉമ്മ പ്രയാസത്തിലാണ്, എൻ്റെ സഹോദരങ്ങൾ പ്രയാസത്തിലാണ്, ഞാൻ പട്ടിണിയിലാണ്, പരിവട്ടത്തിലാണ്. ഇതൊക്കെ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അംശം ഉൾക്കൊണ്ട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് മനസ്സിലാകും. ഒരു അലസമായ ഒരു ഗഫലത്ത് നിറഞ്ഞ പ്രാർത്ഥന അത് റബ്ബിന് ആവശ്യമില്ല. നമ്മൾ പല ദുആകൾ നമ്മൾ ചെയ്യാറുണ്ട്, നമ്മുടെ പ്രയാസങ്ങളെ കുറിച്ച്, നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ച്, ആഗ്രഹങ്ങളെ കുറിച്ച്, അഭിലാഷങ്ങളെ കുറിച്ച്. പക്ഷേ പലപ്പോഴും റബ്ബുമായുള്ള ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയണില്ല. ഹറാമായി നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്, ഹറാമായ വസ്ത്രം എടുക്കുന്നുണ്ട്, ഹറാമായ വീട്ടിലാണ് താമസിക്കുന്നത്, അവിടെ ഇരുന്നാണ് ദുആ ചെയ്യുന്നത്, എല്ലാത്തിനും പലിശ കലർന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഉത്തരം കിട്ടാന്ന് അള്ളാന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വസ്ത്രം ഹറാമാണ്, നിങ്ങൾ കഴിക്കണത് ഹറാമാണ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഹറാമാണ്, പിന്നെങ്ങനെയാണ് ആകാശലോകത്തേക്ക് വാനലോകത്തേക്ക് നിങ്ങളുടെ ദുആകൾ ഉയർന്ന് റബ്ബ് ഉത്തരം നൽകുക എന്ന് ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി. അങ്ങനെ ആകാൻ പാടില്ല. മുഅ്മിനിന്റെ ദുആ എല്ലാം ഹലാലായ അവസ്ഥയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അല്ലാഹു പറയുന്നുണ്ട്, ഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ഇരക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാന്റെ വാഗ്ദാനമാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അസ്തജിബ് ലക്കും എന്നാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ആരെങ്കിലും എന്നോട് ഇബാദത്ത് എടുക്കുന്നതിൽ, എന്നോട് ദുആ ഇരക്കുന്നതിൽ അഹന്ത കാണിച്ചാൽ, അഹങ്കാരം കാണിച്ചാൽ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ നിന്ദ്യനായി നരകത്തിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ, അല്ലാഹ് അല്ലാത്തവരിലേക്ക് തിരിഞ്ഞ് അല്ലാഹു അല്ലാത്ത ഒന്നിലേക്ക് കൈകൾ ഉയർത്തി നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് ഉയർന്നു പോയാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായി നരകത്തിൽ മനുഷ്യന്മാരെ പെട്ടുപോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുആ എന്നത് റുഹുൽ ഇബാദ എന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരാധനയുടെ മജ്ജയാണ്. എന്താണ് മജ്ജ എന്ന് പറഞ്ഞാൽ? ഒരു ശരീരത്തിൽ ഒരു മനുഷ്യന്റെ മജ്ജ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ശരീരത്തിലെ ഓരോ അവയവങ്ങളും ചലിക്കും. നമ്മുടെ കാലിന്റെ ചലനം, നമ്മുടെ കൈകളുടെ ചലനം, അതിലെല്ലാം മജ്ജയുടെ അംശം എന്നത് ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും പ്രധാനമാണ്. അല്ലെങ്കിൽ ശരീരത്തിൽ വേദനകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇതുപോലെ അള്ളാഹുവിലേക്ക് ഏതൊരു ആരാധന ഉയരുമ്പോഴും, അത് പ്രാർത്ഥനകളാകട്ടെ, നേർച്ചകളാകട്ടെ, വഴിപാടുകളാകട്ടെ, നമസ്കാരങ്ങളാകട്ടെ, നമ്മുടെ ഏത് ഇബാദത്തുകളുമാകട്ടെ, ആ ഇബാദത്തുകൾക്ക് മജ്ജയായി പ്രവർത്തിക്കുന്നത് ദുആ ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്രത്തോളം വലിയ ഉദാഹരണമാണ്! ചെറിയൊരു വാചകം, പ്രാർത്ഥന എന്ന് പറഞ്ഞ ഇബാദ, ഇബാദത്തിന്റെ മജ്ജയാണ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമാണത്! അങ്ങനെ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി നമ്മുടെ പ്രാർത്ഥനകൾ റബ്ബിലേക്ക് ഉയരണമെന്നാണ്. ഇതുപോലെ ആരാധനകൾ നിർവഹിക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ അത് മനസ്സാന്നിധ്യം ഉണ്ടാകണം എന്നതാണ് അതിന്റെ സൂചന. നമ്മുടെ ഹൃദയം അത് അവിടെ ഉണ്ടാകണം. എവിടെ ഉണ്ടാകണം? നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോ ഒരു ഗഫലത്തായിരുന്നു സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നുണ്ട്, പക്ഷേ ആശയം അറിയില്ല, ഒന്നും അറിയില്ല, ഇങ്ങനെ ദിക്റുകൾ ചൊല്ലുന്ന പൊടുത്ത് പോലും നമുക്ക് പലപ്പോഴും അശ്രദ്ധ. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ റബ്ബിനോടാണ് പറയണത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളിനോടാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളോട് പറയുമ്പോൾ അത്രത്തോളം ശ്രദ്ധ നമ്മുടെ റബ്ബിലേക്ക് വരും. ഇതിനെ വെള്ളിയാഴ്ച നല്ല മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് അത്തറൊക്കെ പൂശി മനോഹരമായി പള്ളിയിൽ വന്ന് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കാതുകൂർപ്പിച്ചിരിക്കണത് നമുക്ക് ദീന് പഠിക്കാനാണ്, അല്ലേ? നമ്മൾ അടുത്തിരിക്കുന്ന ആളിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. റസൂലുള്ളാഹി മലക്കുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ട് ഒരു ഉള്ളി പോലും എടുത്ത് വായിലിട്ട് ഇങ്ങനെ ചവച്ചിട്ട് നിങ്ങൾ വെളുത്തുള്ളി എടുത്ത് ഉള്ളി, അത് മലക്കുകൾക്ക് അസ്വസ്ഥതയുണ്ടാകും. പല ആളുകളൊന്ന് സിഗരറ്റൊക്കെ വലിച്ച്, അതുപോലെ ഒന്ന് ബീഡിയൊക്കെ വലിച്ച്, ഇങ്ങനെ ഒരു ഹലാലായ സാധനമാണെന്ത് വെളുത്തുള്ളിയും മറ്റു സംഭവങ്ങളും എന്ന് പറയുന്നത്. അതുപോലും പള്ളിയിൽ വന്ന് മലക്കുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഇരിക്കല്ലെന്ന് റസൂൽ എന്ന് പറയാൻ
എന്നിട്ട് ഈ ഹറാമായ സാധനമൊക്കെ ഇങ്ങനെ വലിച്ചു കയറ്റിയിട്ട് പല ആളുകളും പള്ളിയിൽ വന്നിരിക്കുന്ന ആളുകളൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. അല്ല, എത്രത്തോളം എന്നിട്ടാ നമ്മൾ റബ്ബിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. നമ്മുടെ നിസ്കാരം കറക്റ്റ് ആവണില്ല, നമ്മുടെ ഇബാദത്തുകൾ ശരിയാവുന്നില്ല, നമുക്കതിൽ ആസ്വാദനം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ശരിയായ വശമെന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന റബ്ബിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണമെങ്കിൽ നമ്മുടെ നിഷ്കളങ്കമായ ഹൃദയം അത് റബ്ബിലേക്ക് ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ഇരക്കണം, വഅൻതും മുഖിനൂന ബിൽ ഇജാബ, നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഉറപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ദുആ ഇരക്കേണ്ടത്. നിങ്ങൾക്ക് ദുആഇന് ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഉറച്ച വിശ്വാസവും ഹൃദയത്തിൽ ഉണ്ടാകണം. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഉൻ മിൻ ഖൽബിൻ ഗാഫിലില്ലാഹ്, അശ്രദ്ധമായി ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയില്ല. നമ്മൾ അശ്രദ്ധമായിരുന്നു ദുആയിരുന്നാൽ അത് അല്ലാഹു സ്വീകരിക്കില്ല, അത് അല്ലാഹുവിൽ എത്തുകയില്ല. വാനലോകങ്ങൾ കടന്ന് ആകാശലോകങ്ങൾ കടന്ന് അല്ലാഹുവിലേക്ക് ആ പ്രാർത്ഥനകൾ ഉയരുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വമിൻ അഅ്ലമി ശറാഇതിഹി, ഏറ്റവും വമ്പിച്ച ഷർത്തുകളിൽപ്പെട്ട ഒന്നാണ് ഹുളൂറുൽ ഖൽബ്, ഹൃദയത്തിന്റെ സാന്നിധ്യം എന്നത് പ്രാർത്ഥിക്കുമ്പോൾ. വറജാഉൽ ഇജാബ മിനല്ലാഹി തആല, മാത്രമല്ല അല്ലാഹുവിൽ നിന്ന് ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഹൃദയത്തിന്റെ സാന്നിധ്യവും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ കാര്യമായിട്ട് മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മനസ്സാന്നിധ്യമില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് ഉയരുന്ന കരങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്ന് തന്നെയാണ് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ടത്. ഇജാബത്ത് കിട്ടുമെന്നുള്ള ഉറച്ചൊരു പ്രതീക്ഷ നമുക്കുണ്ടാകണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് റബ്ബുമായി നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നത്. ഇപ്പൊ കൽബിന്റെ ഉള്ളിൽ പ്രാർത്ഥന തട്ടുമ്പോഴാണ് ആകാശ കവാടങ്ങൾ തുറന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ആരിലേക്ക് എത്തുക? നമ്മുടെ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തുക എന്നാണ്. അതുകൊണ്ടാണ് തീപ്പുരയിലെരിയാതെ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചത്. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, എനിക്ക് എന്റെ റബ്ബ് മതി, അവനാണ് വരവേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തീപ്പൊരി കൊണ്ടുപോലും ഒരല്പം പോലും ആ പ്രവാചകന്റെ ശരീരത്തിൽ സ്പർശിക്കാതെ ഒരു സലാമായി, ഒരു സമാധാനമായി, ഒരു ബർദായി, ഒരു തണുപ്പായി ആ പ്രവാചകന് തീ മാറിയിട്ടുണ്ട് എങ്കിൽ ആ പ്രവാചകന്റെ മനസ്സാന്നിധ്യത്തിൽ നിറഞ്ഞ പ്രാർത്ഥനയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ആഴിയുടെ അഗാധതയിൽ കിടന്ന് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മീനിന്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ രംഗങ്ങൾ ഖുർആൻ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അത്രയും ആഴിയിൽ നിന്നൊരു പ്രവാചകൻ ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക് ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്ക് അർഹനായ മറ്റൊരു ഇലാഹുവില്ല, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി, അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന ആ പ്രവാചകൻ ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുമ്പോ വാനലോകത്തേക്ക് 3 ഇട്ടറകൾക്കുള്ളിൽ നിന്ന് ആ പ്രവാചകന്റെ പ്രാർത്ഥന വാനലോകത്തേക്ക് ഉയരണമെങ്കിൽ ആ പ്രവാചകന്റെ ഹൃദയ സാന്നിധ്യവും ആ പ്രവാചകന്റെ പ്രതീക്ഷകളും റബ്ബിലേക്ക് അത്രമാത്രം ഉണ്ടായിരുന്നു എന്നാണ്. ശരീരത്തിലെ വ്രണങ്ങൾ ഉണങ്ങാതെ, ശരീരത്തിലെ മുറിവുകൾ കൊണ്ട് 18 വർഷക്കാലം അല്ലെങ്കിൽ അതിലേറെക്കാലം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോ അന്നി മസ്സനിയൽ ദുർറ വ അൻത അർഹമുർ റഹീമീൻ, റബ്ബേ എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്, ഞാൻ ഏറ്റവും നല്ല കാരുണ്യവാൻ എന്ന് പറയുമ്പോ ആ റബ്ബിലേക്ക് ആ പ്രാർത്ഥന ഉയർന്നു പോകുന്നത്, ആ രോഗം ശമിക്കുന്നത് നമുക്ക് ഖുർആനും ഹദീസും വിവരിച്ചത് വെറുതെയല്ലേ. ഹൃദയ സാന്നിധ്യവും അച്ചടക്കവും അതുപോലെ തന്നെ റബ്ബിലേക്കുള്ള പ്രതീക്ഷയും ഒക്കെയായിരുന്നു പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ നമുക്ക് കാണാം. ഇതൊന്നും വെറുതെ പറഞ്ഞു വെച്ചതല്ല ഖുർആനും സുന്നത്തും. നമ്മളും ഇങ്ങനെ ഹൃദയത്തിന്റെ ഉടമകളായി മാറണം. നിഷ്കളങ്കമായ ഹൃദയം, ആ ഹൃദയം റബ്ബിലേക്ക് അടുത്തുകൊണ്ട് ഇജാബത്ത് കിട്ടുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയോട് കൂടി തന്നെ ഒരു വിശ്വാസിക്ക് പ്രാർത്ഥന നിർവഹിക്കാൻ കഴിയണമെന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, വൈദാ മരിദതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് രോഗത്തിന് ശമനം നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ലാത്ത ഒന്നും രോഗത്തിന് ശമനം നൽകൂല. അല്ലാഹുവിൽ നിന്നാണ് ശിഫ കിട്ടേണ്ടത്. എത്ര വലിയ മരുന്നുകൾ നമ്മൾ കഴിച്ചാലും, എത്ര വലിയ ഡോക്ടറെ അടുത്ത് പോയാലും, എത്ര വലിയ മനുഷ്യന്മാരെടുത്ത് പോയാലും അല്ലാഹുവാണ് വൈദാ മരിദതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ ആ രോഗത്തിന് എനിക്ക് ശമനം നൽകുന്നവൻ എന്റെ റബ്ബ് മാത്രമാണ് എന്ന് പഠിപ്പിച്ച ഇബ്രാഹിം മില്ലത്ത് സ്വീകരിക്കുന്ന മുഅ്മിനുകളാകാൻ നമുക്ക് കഴിയണമെന്നുള്ളത്. അതുകൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുക്കുക,
പ്രാർത്ഥനകൾ റബ്ബിലേക്ക് ഉയർത്തുക, അള്ളാഹുവിൽ പ്രതീക്ഷകൾ വെക്കുക. അങ്ങനെ മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ ബലമേൽപ്പിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ അൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസികും വഇയ്യായ സാനിയും ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനകളിലൂടെയാണ് നാം സഞ്ചരിച്ചത്. പരിശുദ്ധ ഖുർആനിൽ നിരവധി പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. ഏത് പ്രാർത്ഥനകൾ എടുത്തു നോക്കിയാലും റബ്ബി, അല്ലാഹുമ്മ ഇങ്ങനെ തുടങ്ങിയ റബ്ബല്ലാത്ത ഒന്നിലേക്ക് തിരിഞ്ഞുകൊണ്ടൊരു ദുആയും നമുക്കവിടെ കാണാൻ കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായി ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. റബ്ബല്ലാത്തവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരു ദുആയും പരിശുദ്ധ ഖുർആനോ സുന്നത്തോ നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വിശ്വാസികളായി നമുക്കുണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയുടെ അനന്തര ഫലമായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിക്കുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ ആ പ്രാർത്ഥന ഇങ്ങനെ കാണാം: റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും. റബ്ബേ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നീ അവരിലേക്ക് നിയോഗിക്കണമേ. യത്ലു അലൈഹിം ആയാതിക, നിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്ന പ്രവാചകൻ. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ. വയുസക്കീഹിം, ഈ മനുഷ്യന്മാരെ എല്ലാം സംസ്കരിക്കുന്ന ഒരു പ്രവാചകനെ നീ അവരിലേക്ക് നിയോഗിക്കണമേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അനന്തര ഫലമായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മമെടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയായിരുന്നു എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്: അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയുടെ അനന്തര ഫലമാണ്. ഈസാ അലൈഹി സ്വലാം സന്തോഷ വാർത്ത അറിയിച്ച അഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ അത് ഞാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനകൾ കൊണ്ട് ഈ ലോകത്ത് ഒരുപാട് നന്മകൾ ആഗ്രഹിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് മില്ലത്ത് ഇബ്രാഹിമിന് അത്രയധികം സ്വാധീനമുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം മില്ലത്ത് എന്നത് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതും ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ടതുമായത് കൊണ്ടാണ് ഈ ചരിത്രം നമ്മുടെ മുന്നിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകളും ആ റബ്ബിലേക്ക് ഉയർന്ന് അത് റബ്ബ് സ്വീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. എല്ലാ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രാർത്ഥനകൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്നത് നമ്മൾ എപ്പോഴും നെഞ്ചിലേറ്റേണ്ട ഒരു പ്രാർത്ഥന കൂടെയാണ്. മക്കളില്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരം പ്രാർത്ഥനകൾ കൊണ്ട് ഉത്തരം ലഭിക്കുമെന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ റബ്ബിനോട് മാത്രമാക്കുക എന്ന സന്ദേശത്തോടൊപ്പം എത്ര വലിയ പ്രതിസന്ധികൾ നമുക്ക് മുന്നിലെത്തിയാലും കഴിയുന്ന രൂപത്തിൽ ആ അള്ളാഹുവുമായി അടുത്തുകൊണ്ട് എത്രത്തോളം നമുക്ക് അടുക്കാൻ കഴിയുമോ അത്രത്തോളം അടുത്ത് നിന്നുകൊണ്ട് റബ്ബിലേക്ക് നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പറഞ്ഞ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സമയം കണ്ടെത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഓരോ സമയവും നമുക്ക് മുന്നിൽ വിലപ്പെട്ടതാണ്. ആ സമയങ്ങളിൽ റബ്ബുമായി എത്ര കണ്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ളത് വളരെ അനിവാര്യമായ ഒന്നാണ്. ഇത്തരം പ്രാർത്ഥനകളാണ് നമുക്ക് മുതൽക്കൂട്ടായി ഉണ്ടാവുക. അള്ളാഹു അല്ലാത്തവരിലേക്ക് ഒരു കാരണവശാലും നമ്മൾ പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ പാടില്ല എന്ന തിരിച്ചറിവ് സദാസമയവും ഉണ്ടാകണമെന്ന് കൂടെയാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും യഥാവിധം മനസ്സിലാക്കി ജീവിക്കുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീയാണ് അറിയുന്നവൻ. എല്ലാ നിലക്കും ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് പ്രതിമുട്ടുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് അത് വീടിത്തീരുവാനും നിന്റെ മാർഗത്തിൽ അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളാക്കുവാനും ഒക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്
ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.